നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇനി മുതൽ CBIയിൽ നിന്നോ കസ്റ്റംസിൽ നിന്നോ എന്ന് തുടങ്ങുന്ന ഫോൺ സന്ദേശം കേൾക്കില്ല. ആരെയെങ്കിലും അടിയന്തരമായി വിളിക്കണമെങ്കിൽ പോലും ഈ സന്ദേശം കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ട സ്ഥിതിയായിരുന്നു. എന്നാൽ ഇന്നു മുതൽ ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരായ ഈ സന്ദേശം പിൻവലിച്ചതായി അധികൃതർ അറിയിച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ കോളർ ട്യൂൺ പുറത്തിറക്കിയത്. ഇതാണ് ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി പിൻവലിച്ചത്. ഉപഭോക്താക്കളുടെ പരാതി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ നടപടി. സൈബർ തട്ടിപ്പുകളുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി സർക്കാർ നേതൃത്വത്തിലുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു ഫോൺ കോളുകൾക്ക് മുമ്പുള്ള മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത ഈ സന്ദേശം. ഇന്നലെ ക്യാമ്പയിൻ അവസാനിച്ചതോടെ സന്ദേശം നീക്കം ചെയ്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഓൺലൈൻ തട്ടിപ്പ് തടയാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ആ സന്ദേശം ഏറെ പ്രചാരം നേടിയെങ്കിലും ക്രമേണ അത് പലർക്കും അലോസരവും അസൗകര്യവുമായി. അടിയന്തര കോളുകൾ ചെയ്യുമ്പോൾ ഈ സന്ദേശം കഴിയാൻ കാത്തിരിക്കേണ്ടി വരുന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി ഉപയോക്താക്കൾ ഇതിനെതിരെ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ സന്ദേശത്തിന് ശബ്ദം നൽകിയ അമിതാഭ് ബച്ചന് നേരെയും വിമർശനമുയർന്നു. ദീർഘമായ സന്ദേശത്തിന് കാരണം താരത്തിന്റെ പ്രായമാണെന്ന തരത്തിലും വിമർശനമുയർന്നു. വിമർശനം ഏറിയതോടെ താരം എക്സിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് സന്ദേശം റെക്കോർഡ് ചെയ്തത്. നിർത്താൻ സർക്കാരിനോട് പറയൂ എന്ന് ഒരു ട്രോളിനെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു ബച്ചന്റെ മറുപടി.